ഹലോ ഫ്രണ്ട്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ട്രയഡ് റെഗുലേഷൻസ് വന്നു. February 6 ആണ് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ചാനൽ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം എല്ലാ DTH പ്രൊവൈഡേഴ്സും അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള ചാനൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസ് അവരുടെ സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ലിങ്ക് അവരുടെ സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 1 by 1 ആയിട്ട് DTH, എയർടെൽ, അതേപോലെ തന്നെ ഡിഷ് TV, അതുപോലെ തന്നെ സൺ ഡയറക്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ചില സംശയം ഉന്നയിച്ചായിരുന്നു. അതിനുള്ള ക്ലാരിഫിക്കേഷനുമാണ് ഞാൻ ഇതോടൊപ്പം നൽകുന്നത്. അതിനകത്ത് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം, നമ്മളിത് സെലക്ട് ചെയ്യുമ്പോൾ ചില പ്രൊസീജിയേഴ്സ് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അന്നേരം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എൻ്റെ ചാനൽ. അതോടൊപ്പം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. സോ ഡയറക്ട്ലി കം ടു വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് മനസ്സിലാക്കേണ്ട ബേസിക് കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ ഏത് ചാനലിൽ പ്രൊവൈഡേഴ്സിൻ്റെ ആണെങ്കിലും ഏത് DTH പ്രൊവൈഡേഴ്സിലാണെങ്കിലും നമ്മൾ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് 100 ചാനൽസ് ഫ്രീ ഉള്ളതിൻ്റെ അകത്ത് HD സെലക്ട് ചെയ്യുവാണെങ്കിൽ 50 ചാനലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. മീൻസ് 24 DD ചാനൽ പോയി 26 ബാക്കി 74 വരുള്ളൂ. നേരം ഏകദേശം 37 HD എടുക്കുവാണെങ്കിൽ 37 ചാനലേ കിട്ടുള്ളൂ. അതിന് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ സെറ്റപ്പ് ബോക്സ് HD ആണോ എന്ന് നോക്കണം. നമ്മുടെ സെറ്റപ്പ് ബോക്സ് HD അല്ലെങ്കിൽ നമ്മുടെ സെറ്റപ്പ് ബോക്സ് HD സെറ്റപ്പ് ബോക്സ് അല്ലെങ്കിൽ HD ചാനൽസ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. നേരം HD സെറ്റപ്പ് ബോക്സ് ഉള്ളവർ മാത്രം, മീൻസ് ഹൈ ഡെഫിനിഷൻ സെറ്റപ്പ് ബോക്സ് ഉള്ളവർ മാത്രം ഹൈ ഡെഫിനിഷൻ ചാനൽ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം സാധാ ST സെറ്റപ്പ് ബോക്സ് മീൻസ് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ സെറ്റപ്പ് ബോക്സ് ആണെങ്കിൽ നമുക്ക് HD ചാനൽസ് സപ്പോർട്ട് ചെയ്യില്ല. അത് മെയിനായിട്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അതിന് ഫസ്റ്റ് നമുക്ക് സൺ ഡയറക്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ സൺ ഡയറക്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം. ഇതാണ് സൺ ഡയറക്റ്റിൻ്റെ ഇൻ്റർഫേസ്. ഞാൻ ഇതിൻ്റെ സൺ ഡയറക്റ്റിൻ്റെയും അതേപോലെ ഡിഷ് TV, ടാറ്റ സ്കൈ, എയർടെൽ, DTH, വീഡിയോകോണിൻ്റെ DTH, ഇതിൻ്റെ എല്ലാം ചാനൽ സെലക്ട് ചെയ്യേണ്ട സൈറ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ത്രൂ പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത് നെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടാൻ ലേശം ബുദ്ധിമുട്ടാണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൺ ഡയറക്റ്റിന് ഈ ഒരു ഇൻ്റർഫേസ് കിട്ടും. മൈ അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് പോകും. നിങ്ങൾ അവിടെ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റപ്പ് ബോക്സിൻ്റെ നമ്പർ എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അന്നേരം നിങ്ങൾക്ക് ഒരു OTP ലഭിക്കും. അന്നേരം ഈ ഒരു ഇൻ്റർഫേസിൻ്റെ അകത്തോട്ട് പോകും. ഈ ഒരു ഇൻ്റർഫേസിൻ്റെ അകത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് ഫ്രീ ടു എയർ ചാനൽസ് ഇവിടെയുണ്ട്. അതിൻ്റെ അകത്ത് ഫ്രീ ടു എയർ ചാനൽസ് എല്ലാം വന്നു. അത് ഞാൻ പിന്നെ നമുക്ക് പെയ്ഡ് ചാനൽസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മലയാളീസ് ആകുമ്പോൾ മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ടു എയർ ചാനൽസിൻ്റെ റേറ്റ് ആയ 130 അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവർ കാണിക്കുന്ന വിത്തൗട്ട് GST ആണ്. നമുക്ക് ജസ്റ്റ് ഇപ്പം ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടി സൂര്യ HD മാത്രം സെലക്ട് ചെയ്യുന്ന 149 ആയിട്ട് മാറുന്നു. നമുക്ക് ബൊക്കറ്റ് സിസ്റ്റം വഴിയാണ് ചാനൽ സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇത് സണ്ണിൻ്റെ ബൊക്കറ്റ് സിസ്റ്റം, അതായത് സൺ അൾട്ടിമേറ്റ്. നമുക്ക് ആവശ്യമുള്ള ബൊക്കറ്റ് സിസ്റ്റം ഏതാണോ അത് ചൂസ് ചെയ്യുക. നമുക്ക് കേരളത്തിൽ വേണ്ടാതെ സണ്ണിൻ്റേത് വേണം. അതോടൊപ്പം സ്റ്റാർ ഗ്രൂപ്പിൻ്റെ ഏഷ്യാനെറ്റ് വരുന്ന ബൊക്കറ്റ് സിസ്റ്റം വേണം. പിന്നെ നമുക്ക് 1-2 ചാനൽ ചൂസ് ചെയ്താൽ മതി. സി കേരളയുടെയും ന്യൂസ് 18-ൻ്റെയും ന്യൂസ് ചാനൽസ്. അത് ചെറിയൊരു എമൗണ്ടിനാണ്, 10 പൈസ 25 പൈസ അങ്ങനെയുള്ളതാണ്. അന്നേരം അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എമൗണ്ട് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അത് കൺഫേം ആവും. അത്രയേ ഉള്ളൂ. ഇത് ഏതിൻ്റെ നമുക്ക് സൺ ഡയറക്റ്റിൻ്റെ ചെയ്യാം. ജസ്റ്റ് അതേപോലെ തന്നെ ഡിഷ് TVക്ക് അകത്തോട്ട് കടന്നു വന്നു കഴിയുമ്പോൾ ഡിഷ് TVക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾ ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കണം. അതോടൊപ്പം നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ ഒരു പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. എന്നാൽ അല്ലെങ്കിൽ OTPക്ക് റിക്വസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷവും ഏകദേശം ഈ സൺ ഡയറക്റ്റിനോട് സാമ്യമായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് തന്നെയാണ് ഡിഷ് TVക്കും ലഭിക്കുന്നത്. ഞാൻ ഡിഷ് TVയുടെ സർവീസ് അല്ല യൂസ് ചെയ്യുന്നത്. അന്നേരം എനിക്ക് അതിൻ്റെ സെറ്റപ്പ് ബോക്സ് എൻ്റെ നമ്പറില്ല, അതോടൊപ്പം എൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലോഗിൻ ചെയ്ത് കാണിക്കാത്തത്. പക്ഷേ ഞാൻ വേറെ മെൻഷൻ ചെയ്യാൻ ചെക്ക് ചെയ്തായിരുന്നു. ഇൻ്റർഫേസ് ചെയ്യിക്കും. അന്നേരം അതിൻ്റെ അകത്ത് ഫസ്റ്റ് SD വേണം, HD ചാനൽ വേണം ചൂസ് ചെയ്യുക. ഫ്രീ ചാനൽസ് ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെയുള്ള പോലെ ഈ ഫ്രീ ടു എയർ ചാനൽസ് നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം പെയ്ഡ് ചാനൽസ് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് കൺഫേം കൊടുക്കുക. അന്നേരം ഇതാണ് അതിൻ്റെ ആ ചാനലിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടാറ്റ സ്കൈ അവർ കൂടുതൽ മെൻഷൻ ചെയ്യുന്നത് അവരുടെ ആപ്ലിക്കേഷൻ ത്രൂ ചെയ്യാനാണ് അവർ കൂടുതൽ കസ്റ്റമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. മീൻസ് ആപ്ലിക്കേഷൻ ത്രൂ ആകുമ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളത് ഈ ടാറ്റ സ്കൈയിൽ നിന്ന് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അടിച്ചു കൊടുത്താൽ മതി. എന്നാൽ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോസൊക്കെ അവർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ടാറ്റ സ്കൈക്കകത്ത് നമുക്ക് വേണ്ട ചാനൽസ് ചൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം SD ചാനൽ വേണോ HD ചാനൽ വേണോ എന്ന് ആദ്യം ചൂസ് ചെയ്യണം. HD സെറ്റപ്പ് ബോക്സ് ഉള്ളവർ മാത്രം HD ചാനൽ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതൊരിക്കലും മറക്കാൻ പാടില്ല.
അതുപോലെ നിങ്ങൾ അവസാനം ഞാനൊരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഓൾറെഡി 6 months 1 year പാക്കൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം എങ്ങനെയാണ് നിലവിൽ വരുന്നത്, അതിപ്പം നിങ്ങളുടെ എല്ലാവരും ഒരു ഡൗട്ടായിരിക്കും. 6 months 1 year പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇപ്പം 2 months ജസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കി 4 months എമൗണ്ട് ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ ഡൗട്ട് ചെയ്യാം. അതിന് മുമ്പ് എയർടെൽ ടിവിയുടെ ആണല്ലോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്ന ഇൻ്റർഫേസ് ഇതാണ്. അവിടെയും മൊബൈലും നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റ് ബോക്സിന് നമ്പർ കൊടുക്കുക, OTP ഓർ പാസ്വേഡ് കൊടുക്കുക. സെയിം സൺ ഡയറക്റ്റിൻ്റെ ഇതിനോട് സാമ്യമുള്ളൊരു ഇൻ്റർഫേസ് തന്നെയാണ് വന്നേക്കുന്നത്. എല്ലാ ചാനലുകളുടെയും ഈ ലിങ്ക് പൂർണ്ണമായിട്ട് ആയിട്ടില്ല. അവരെല്ലാം മേക്കിംഗ് സ്റ്റേജിലാണ്. അതുകൊണ്ട് എല്ലാം ഈ ചെയ്യുന്നത് ഏകദേശം സൺ ഡയറക്റ്റ് ചെയ്യുന്ന അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് എയർടെലിൻ്റെ ചെയ്യുന്നത്. അതുപോലെ D2H വീഡിയോകോണിൻ്റെ വീഡിയോകോണിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. എന്നിട്ട് ഇവിടുന്ന് നിങ്ങൾ ഡയറക്റ്റ് പോകേണ്ടത് DTH കോമ്പോസ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് നമുക്ക് പുതുതായിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതാണ് അവരുടെ ഇൻ്റർഫേസ്. അന്നേരം ഇതിൻ്റെ അകത്ത് മൈ അക്കൗണ്ടിൽ പോവുക. മൈ അക്കൗണ്ടിൽ പോയി നമ്മുടെ മൈ അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുതുതായിട്ട് എങ്ങനെ ചാനൽസ് ചൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് നേരത്തെ ഞാൻ സൺ ഡയറക്റ്റ് കാണിച്ച പോലെ തന്നെ ഫസ്റ്റ് SD വേണോ HD വേണോ ചൂസ് ചെയ്യുക. അതുപോലെ ഇപ്പം പെയ്ഡ് ചാനൽ വേണോ, ഏതൊക്കെ ചാനലാണ് വേണ്ടതെന്നുള്ളതും ജസ്റ്റ് സെലക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. നേരം വെരി സിമ്പിളാണ്. എന്നിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കസ്റ്റമർ കെയറിനുള്ള അവരുടെ കോളുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി. അന്നേരം അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ഈ കാണിച്ച സൺ ഡയറക്റ്റിൻ്റെ അതേ സെയിം സിസ്റ്റം. ഇപ്പം വീഡിയോകോണിൻ്റെ അവർ കുറേ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ ഇപ്പം ഞാനിത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ഒരു എളുപ്പത്തിനാണ് ഓരോ എല്ലാ പ്രൊവൈഡേഴ്സിനും കൂടി ഒരുമിച്ചെടുത്ത് ചെയ്ത്. നിങ്ങൾക്ക് ഓരോ പ്രൊവൈഡേഴ്സിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് സെറ്റ് ബോക്സിൻ്റെ നമ്പർ വാങ്ങിയതിന് ശേഷം ഓരോന്ന് സെപ്പറേറ്റ് ആയി നിങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെയായിട്ട് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും. നേരം മറക്കാതിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് February 6 ആണ്. February 7 തൊട്ട് ഇത് നിലവിൽ വരും. അതിനു മുമ്പ് നിങ്ങൾ കൺഫേം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ചാനൽസ് തന്നെ നിങ്ങൾക്ക് ഈ പാക്കിൻ്റെ അകത്തോടെ ഫ്രീ ചാനൽസ് അത്രയും മാത്രം ലഭിക്കും. പെയ്ഡ് ചാനൽസും അത് കടന്നു വരും. എന്നാലും വരുന്ന പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബൊക്കറ്റ് സിസ്റ്റം ആയിരിക്കില്ല കടന്നു വരുന്നത്. ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ ഒരു ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ 19 രൂപ നിങ്ങൾ ആ ചാനലിന് കൊടുക്കേണ്ടതായിട്ട് വരും. 19 + GST. ഏഷ്യാനെറ്റ് പ്ലസ് കാണുന്നുണ്ടെങ്കിൽ അതിനും എത്രയാണ് 12 രൂപ വരുന്നുണ്ട്, അതേ + GST. എന്നാൽ നിങ്ങൾക്ക് അതൊരു വലിയ നഷ്ടത്തിലേക്ക് പോകും. അന്നേരം നിങ്ങൾക്ക് കാണേണ്ട ചാനലിൻ്റെ പോക്കറ്റ് ചൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം നിങ്ങൾ 6 months പാക്കാണ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നോ പ്രോബ്ലം. നിങ്ങളിപ്പം 2 month യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 month യൂസ് ചെയ്തതിൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്യുന്ന പാക്കിന് എത്രയാണോ എമൗണ്ട് വരുന്നത് അതിനനുസരിച്ച് അവർ എത്ര മാസത്തേക്ക് 2.5 മാസം അല്ലെങ്കിൽ 3 മാസത്തേക്ക് ലഭിക്കുമെങ്കിൽ അത് അങ്ങനെ ആഡ് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം February 6 പാക്കേജ് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബൊക്കറ്റ് സിസ്റ്റം മിക്കവാറും ലഭിക്കാൻ സാധ്യതയില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ചാനൽസിന് നിങ്ങൾക്ക് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ചാനലും ഇൻഡിവിജ്വൽ ചാനൽസായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഡിഡക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അന്നേരം February 6 വരെ നമുക്ക് കാത്തിരിക്കാം. അതോ ഇനിയും ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കോ ഇല്ലയോ അതോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അന്നേരം നിങ്ങളെല്ലാവരും മറക്കാതെ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാനൽസ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ആവശ്യമുള്ള ചാനൽസ് സെലക്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. Okay, thank you for watching my video.